കാസർഗോഡ് ജില്ലയിലെ ആത്മീയ ടൂറിസം, പിൽഗ്രിം ടൂറിസം, ആ സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് അരുൺ പാറക്കൽക്കാർ ഇപ്പോൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് മറ്റൊരിടത്തേക്കാണ്, കാസർഗോഡിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക്. കർണാടകയിലാണ്, പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മഗിരി കുന്നിന് മുകളിലേക്കാണ് നമ്മുടെ ഈ അടുത്ത യാത്ര. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം തേടിയാണ് ഈ യാത്ര. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അത് പലർക്കും അറിയാം, തലക്കാവേരി ക്ഷേത്രം. ഒരുപാട് പ്രത്യേകതകളുണ്ട്, വിശേഷങ്ങളുണ്ട്, നേരിൽ കാണാം. നമുക്കിത്തവണ മലമുകളിലേക്കൊന്ന് പോയാലോ? അതും വെറുതെ ഒരു പോക്കല്ല, സമുദ്രനിരപ്പിൽ നിന്ന് 4000-ലധികം അടി ഉയരത്തിലേക്ക്. നല്ല തണുപ്പും കോടമഞ്ഞും ഒപ്പം തലക്കാവേരി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കണ്ടുവരാം. അങ്ങനെ നമ്മൾ തലക്കാവേരിയിലേക്കുള്ള യാത്രക്കിടെ ഭാഗമണ്ഡലത്തെത്തിയിട്ടുണ്ട്. കർണാടക മടിക്കേരിയിലുള്ള ഭാഗമണ്ഡലം. ഇവിടെ ഒരു ഭാഗണ്ഡേശ്വര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനോട് ചേർന്ന് 3 നദികൾ സംഗമിക്കുന്ന ഒരു ത്രിവേണി സംഗമ കേന്ദ്രം കൂടിയുണ്ട്. കാവേരി, കനികൈ, സുജോതി നദികളാണ് ഇവിടെ സംഗമിക്കുന്നത്. അതിൽ സുജോതി നദി ഭൂമിക്കടിയിലൂടെയാണ് ഒഴുകുന്നത്. ഒക്ടോബർ മാസത്തിലാണ് ഈ ത്രിവേണി സംഗമ ഉത്സവം ഇവിടെ നടക്കാറ്. തലക്കാവേരിയിലേക്കുള്ള യാത്രക്കിടെ ഇങ്ങനെ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ കാണാം കേട്ടോ. അവിടെ ഒരുപാട് വൈൻ ഷോപ്പുകളുണ്ട്. ആ വൈൻ ഷോപ്പിൻ്റെ മുന്നിലൊക്കെ ഇതുപോലെ മനോഹരമായി അലങ്കരിച്ച ഊഞ്ഞാലുകൾ, അതിന് പുറകിൽ നിറയെ പൂക്കളുകളൊക്കെ കാണാൻ സാധിക്കും. നമുക്കെന്തായാലും ഇനി തലക്കാവേരിയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. തലക്കാവേരി പോയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് നമ്മളെ കയറ്റുമോ എന്നറിയില്ല, എന്നാലും നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. തലക്കാവേരി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമാണിത്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം കാണാനുള്ള ഒരു പോക്കാണ്. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പുമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 4187 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭാഗമണ്ഡലയിൽ നിന്ന് 7 കിലോമീറ്ററും മടിക്കേരിയിൽ നിന്ന് 48 കിലോമീറ്ററുമാണ് തലക്കാവേരിയിലേക്കുള്ള ദൂരം. തലക്കാവേരി എന്നാൽ കാവേരിയുടെ നെറുക അല്ലെങ്കിൽ തല എന്നാണ് അർത്ഥം. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ബ്രഹ്മഗിരി കുന്നുകളിലാണ് തലക്കാവേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണിവിടം. കാവേരി നദി 1 വർഷം നീണ്ടു നിൽക്കുന്ന ഉറവയായി ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് വിശ്വാസം. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ ഇതിൻ്റെ ഭാഗമായി തലക്കാവേരി തീർത്ഥോത്ഭവ പൂജകൾ നടക്കും. ഒക്ടോബർ മാസത്തിലെ പ്രത്യേക ദിവസം തലക്കാവേരിയിലെ തീർത്ഥക്കുളം ബ്രഹ്മകുണ്ടികയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദി തീർത്ഥരൂപിണിയായി ഒഴുകും. തലക്കാവേരിയിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. വിരളമായ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രവും ഗണേശ ക്ഷേത്രവും.
ശിവക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ തുലാം സംക്രമണ സമയത്ത് പാർവതീദേവി പവിത്രമായ തീർത്ഥോത്ഭവയായി പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഇതേ ഭാഗത്ത് തന്നെയുള്ള അശ്വഗന്ധ മരത്തിൻ ചുവട്ടിലാണ് അഗസ്ത്യമുനിക്ക് മുന്നിൽ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് വരങ്ങൾ നൽകിയതെന്ന് വിശ്വാസമുണ്ട്. തലക്കാവേരിയിൽ നിന്ന് താഴേക്ക് ചവിട്ടുപടികൾ വഴി ബ്രഹ്മഗിരി പീക്കിലേക്ക് പോകാം. ഇവിടെ വെച്ച് സപ്തർഷികൾ യജ്ഞം നടത്തിയെന്നും പാർവതീദേവി പ്രത്യക്ഷപ്പെട്ടെന്നുമാണ് ഐതിഹ്യം. ചേട്ടാ എവിടെ നിന്ന് വരിക? ഞാൻ കോഴിക്കോട് ജില്ലയിൽ തലയാട് എന്ന് പറഞ്ഞ സ്ഥലം, മേലെ കാണുന്ന അതില്ലേ, അവിടെയാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അവിടെ പോയി കണ്ടു. നല്ല സ്ഥലമാണ്, നല്ല ക്ലൈമറ്റാണ്, ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ട്, സ്ഥലങ്ങളൊക്കെ സൂപ്പറാണ്. തണുപ്പ് എപ്പോഴും ഉണ്ടാവില്ല ഇവിടെ? തണുപ്പ് നമുക്കൊരു 2 മണിക്ക് ശേഷം ഒരു 5 മണിക്ക് ശേഷം ഫുള്ള് നമുക്ക് നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ നല്ല സൈറ്റാണ് സ്ഥലം. പുണ്യസ്ഥലമായ തലക്കാവേരിയിലെ മഞ്ഞു പെയ്യുന്ന മനോഹാരിത കാണാൻ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിനം പ്രതി എത്തുന്നത്. തലക്കാവേരിയിൽ നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24.